ഇന്നലത്തെ വീഡിയോക്ക് കമൻറ്റ് വന്നതാട്ടോ. ബ്രോ, ഇങ്ങനെ കാര്യം അറിയാതെ കരയല്ലേ, ഗവൺമെൻറ് അല്ല ചിലവെടുക്കുന്നത്, സ്പോൺസറുണ്ട്, ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെന്ന് മാത്രം. സ്പോൺസർഷിപ്പാണ്, ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെന്ന് മാത്രം. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാണ് ഞാനും ചോദിച്ചത്. കേരളത്തിലെ കായിക താരങ്ങൾക്ക് കിട്ടേണ്ട സപ്പോർട്ട് എവിടെ? ഈ സപ്പോർട്ട് ഞങ്ങൾക്കാണ് തരേണ്ടത്, കേരളത്തിലെ കായിക താരങ്ങൾക്ക്. സ്പോൺസർഷിപ്പൊക്കെ പറന്നു വന്നതാണോ? ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് ചോദിച്ചാലല്ലേ സ്പോൺസർഷിപ്പ് ഇങ്ങോട്ട് വരുള്ളൂ. അല്ലാതെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയാം ഞങ്ങൾക്ക് മെസ്സിനെ കേരളത്തിലേക്ക് കൊണ്ടുവരണം, ഞങ്ങൾ കുറച്ച് സ്പോൺസർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുകയാണല്ലോ. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതൊക്കെ ഇവിടെ ഫേസ്ബുക്കിൽ ഒരാൾ വലിയൊരു പാരഗ്രാഫ് എഴുതിക്കാണ്ട് ഇട്ടുകയാണ് കമൻറ്റ്. അയാൾ എക്സാമിന് ഇതേപോലെ എസ്സേ എഴുതുകയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെട്ടിരുന്നു. അഥവാ മെസ്സി കേരളത്തിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് നിലയിൽ മിസ്റ്റർ അനസ് താങ്കളുണ്ടാവും, ഞാനുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞത് മെസ്സിയെ ഒരിക്കലും കേരളത്തിലേക്ക് കൊണ്ടുവരരുത് എന്നല്ല, കേരളത്തിലെ കായിക താരങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടണം എന്നാണ് ഉദ്ദേശിച്ചത്. ഈ 300 കോടി ഇവിടുത്തെ കായിക താരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമോ? ഇവിടുത്തെ കായിക താരങ്ങൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടോ? എത്ര കായിക താരങ്ങൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട് കേരള സർക്കാർ? മെസ്സിയെ കൊണ്ടുവരുന്നുണ്ട്. മെസ്സിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടോ? മെസ്സി വന്നിട്ട് പാടത്ത് പോയി പന്തട്ടണോ? എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ മസ്റ്റാണ്. കഴിഞ്ഞ വീഡിയോക്ക് അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഈ വീഡിയോക്കും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ ബൈ.